പ്രൈവറ്റ് സെക്ടർ ബാങ്കായ IDFC ഫസ്റ്റ് ബാങ്ക് പ്രധാനമായിട്ടും രണ്ട് വേരിയന്റ് സേവിങ്സ് അക്കൗണ്ടുകളാണ് ഓഫർ ചെയ്യുന്നത്. ഒന്ന് ഒരു 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയന്റ്, മറ്റൊന്ന് 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വേരിയന്റ് ആണ്. ഈ രണ്ട് അക്കൗണ്ടുകളും ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഭാഗത്തു നിന്നും ഒരു മെയിൽ വന്നിട്ടുണ്ടാകും. ഡെബിറ്റ് കാർഡിന്റെ ചാർജിലും കാര്യത്തിലേക്ക് ഈ 2026 ജനുവരി 1 മുതൽ മാറ്റങ്ങൾ വരികയാണ്. നമുക്കിപ്പോൾ നിലവിലെ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നാൽ അടുത്ത വർഷം 2026 ജനുവരി 1 മുതൽ നിങ്ങൾക്ക് ആനുവൽ ചാർജ് ഈടാക്കി തുടങ്ങും. ഡെബിറ്റ് കാർഡിന് 25,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വരെയാണെങ്കിൽ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് വരുന്നത് 300 രൂപ പ്ലസ് GST ആണ്. ഇനിയിപ്പോൾ 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന അക്കൗണ്ട് വരെയാണെങ്കിൽ ഡെബിറ്റ് കാർഡിന് ആനുവൽ ചാർജ് ആയിട്ട് വരുന്നത് 200 രൂപ പ്ലസ് GST ആണ്. സോ ഈ ഒരു ചാർജ് കൊടുക്കേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം നോട്ട് ചെയ്യുക. പിന്നെ വരുന്നൊരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ഫസ്റ്റ് റിവാർഡ് പ്രോഗ്രാമിൽ കുറച്ച് മാറ്റങ്ങൾ 2026 ജനുവരി 1 മുതൽ വരികയാണ്. ഒന്നാമതൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇനി മുതൽ ഡെബിറ്റ് കാർഡിൻ്റെ ആക്ടിവേഷൻ ബെനിഫിറ്റ് ആയിട്ട് റിവാർഡ് പോയിന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടുകയില്ല. പിന്നെ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ച് നടത്തുന്ന ഓൺലൈൻ ട്രാൻസാക്ഷൻ, ഓഫ്ലൈൻ ട്രാൻസാക്ഷൻ അതിനൊന്നും തന്നെ റിവാർഡ് പോയിന്റ് കിട്ടുകയില്ല. പിന്നെ ആക്സിലറേറ്റഡ് റിവാർഡ് പോയിന്റ് നമുക്ക് ഡെബിറ്റ് കാർഡിൽ കിട്ടുകയില്ല. നമുക്ക് ഡെബിറ്റ് കാർഡിൽ കിട്ടുന്ന ഒരു കാറ്റഗറി എന്ന് പറയുന്നത് ബിൽ പേയ്മെന്റുകൾക്ക് മാത്രമേ റിവാർഡ് പോയിന്റ് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നിലവിൽ നമുക്ക് ഒരു ബില്ലറിൽ 250 റിവാർഡ് പോയിന്റ് പെർ ബിൽ വൺസ് ഇൻ എ മന്ത് എന്ന രീതിയിലാണ് കിട്ടുന്നത്. 2026 ജനുവരി 1 മുതൽ നമുക്ക് ഒരു യൂണിക് ബില്ലറിൽ 500 പോയിന്റ് നമുക്ക് നേടുവാനായിട്ട് സാധിക്കും. അങ്ങനെ മാക്സിമം 3 മാസം നേടുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ചേഞ്ച് ആണ് IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഫസ്റ്റ് റിവാർഡിൽ 2026 ജനുവരി 1 മുതൽ വരുന്നത്. IDFC ഫസ്റ്റ് ബാങ്കിന്റെ മറ്റു റിവാർഡ് പോയിന്റ് റിഡംഷൻ ടൈംസ് ആൻഡ് കണ്ടീഷനുകളോ കാര്യങ്ങളോ ഒന്നും മാറ്റം വരികയില്ല. നോർമൽ വാല്യൂ തന്നെയായിരിക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. സാധാരണ രീതിയിൽ നമുക്ക് റെഡീം ചെയ്യാം. അതിന് ചേഞ്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. ഈ ഒരു IDFC ഫസ്റ്റ് ബാങ്കിന്റെ പരസ്യം സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് സീറോ ബാങ്കിങ് ചാർജ് എന്ന രീതിയിലാണ് പരസ്യം വരുന്നത്. ഈ ഒരു പരസ്യം കണ്ട് പലരും തെറ്റിദ്ധരിച്ച് IDFC ഫസ്റ്റ് ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതായത് ഇത് സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്ന് കരുതിയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, IDFC ഫസ്റ്റ് ബാങ്കിന്റെ ഈ ഒരു അക്കൗണ്ട് വേരിയന്റ് ഒന്നും തന്നെ സീറോ ബാലൻസ് അല്ല. സീറോ ബാങ്കിങ് ചാർജ് എന്ന് പറയുന്നത് നമുക്ക് പല സർവീസുകളും, പല ബാങ്കിങ് സർവീസുകളും നമുക്ക് ഫ്രീ ആണ്, സർവീസ് ചാർജ് വരുന്നില്ല. പക്ഷേ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം. 10,000 രൂപയുടെ വേരിയന്റ് ഇല്ലെങ്കിൽ 25,000 രൂപയുടെ വേരിയന്റ് ആണുള്ളത്. അവർ പറയുന്ന ഈ ഒരു മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കും. എത്ര രൂപയുടെ കുറവാണ് വന്നത്, ഇപ്പോൾ 10,000 രൂപയിൽ നിന്നും എത്ര രൂപയുടെ കുറവാണോ വന്നത്, അല്ലെങ്കിൽ 25,000 രൂപയാണെങ്കിൽ 25,000 രൂപയിൽ നിന്നും എത്ര രൂപയുടെ കുറവാണോ വന്നത് അതിൻ്റെ 6% അല്ലെങ്കിൽ 500 രൂപ പ്ലസ് GST ഏതാണോ ലോവർ ആ ഒരു എമൗണ്ട് ആയിരിക്കും പെനാൽറ്റി ചാർജ് ആയിട്ട് ഈടാക്കുക. സോ അക്കൗണ്ട് എടുത്തിട്ട് മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ പെനാൽറ്റി ചാർജ് ഈടാക്കും. ഇനി ഒരു IDFC ഫസ്റ്റ് ബാങ്കിന്റെ 10,000 രൂപയുടെ വേരിയന്റും 25,000 രൂപയുടെ വേരിയന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് IDFC ഫസ്റ്റ് ബാങ്കിന്റെ സേവിങ്സ് അക്കൗണ്ടിൽ 30ലധികം സർവീസുകളിൽ സീറോ ചാർജസ് ആണ്. അവർ പറയുന്ന ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യണം. അൺലിമിറ്റഡ് ഫ്രീ ATM വിഡ്രോവൽ വരുന്നുണ്ട്. നമുക്ക് ഓൺലൈനായിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. രണ്ട് വേരിയന്റാണ്. 10,000 രൂപ മന്ത്ലി ആവറേജ് ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു വേരിയന്റ് ഉണ്ട്. 25,000 രൂപ ആവറേജ് മന്ത്ലി ബാലൻസ് കീപ്പ് ചെയ്യുന്ന ഒരു വേരിയന്റ് ഉണ്ട്. 10,000 രൂപയാണെങ്കിൽ നമുക്ക് നോർമൽ ഫ്രീ ഡെബിറ്റ് കാർഡ്, ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡ് കിട്ടും, വിസ വേരിയന്റ്. ഇപ്പോൾ 25,000 രൂപയാണെങ്കിൽ നമുക്ക് ഒരു പ്രീമിയം വേരിയന്റ് ഡെബിറ്റ് കാർഡ് ആയിരിക്കും കിട്ടുന്നത്. ഇപ്പോൾ നിലവിൽ ഇഷ്യൂ ചെയ്യുന്നത് വേൾഡ് ഡെബിറ്റ് മാസ്റ്റർ കാർഡ് എന്ന് പറഞ്ഞൊരു വേരിയന്റ് ആണ്. 10,000 രൂപയാണെങ്കിൽ വിസ ക്ലാസിക് വേരിയന്റ് ഡെബിറ്റ് കാർഡാണ്. ഇനി ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എയർപോർട്ട് ലോഞ്ച് ആക്സസ് 25,000 രൂപയുടെ വേരിയന്റിൽ മാത്രമാണ് വരുന്നത്. ക്വാർട്ടറിൽ ഒരു തവണ ഡൊമസ്റ്റിക് എയർപോർട്ട് ലോഞ്ച് കോംപ്ലിമെന്ററി ആക്സസ് ചെയ്യാം. ഫ്രീ ATM ട്രാൻസാക്ഷൻ നമുക്ക് 2 അക്കൗണ്ട് വേരിയന്റിലും കിട്ടും. ലോക്കർ റെന്റിൽ ഡിസ്കൗണ്ട് നമുക്ക് 2 വേരിയന്റിലും വുമൻസിന് കിട്ടും. പിന്നെ ഇൻസ്റ്റന്റ് ഓൺലൈൻ ഡിസ്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ ക്ലിക്ക്, യാത്ര, ലൈഫ് സ്റ്റൈൽ ആൻഡ് കുറച്ചധികം ബ്രാൻഡുകളിൽ ഡിസ്കൗണ്ട് വരുന്നുണ്ട്. അത് നമുക്ക് 2 വേരിയന്റിലും കിട്ടും. പർച്ചേസ് പ്രൊട്ടക്ഷൻ കവറേജ് നോക്കിക്കഴിഞ്ഞാൽ 10,000 രൂപയുടെ വേരിയന്റിൽ 50,000 രൂപയുടെ കവറേജും 25,000 രൂപയുടെ വേരിയന്റിൽ 1,00,000 രൂപയുടെ കവറേജുമാണ് വരുന്നത്. പിന്നെ വുമൻസിന്റെ 2 അക്കൗണ്ട് വേരിയന്റിലും 1 ഇയർ മെഡിബഡി മെമ്പർഷിപ്പ് വരുന്നുണ്ട്. പേഴ്സണൽ ആക്സിഡന്റൽ കവർ നോക്കിക്കഴിഞ്ഞാൽ 10,000 രൂപയുടെ വേരിയന്റിൽ 5,00,000 രൂപയുടെ കവറേജും 25,000 രൂപയുടെ വേരിയന്റിൽ 35,00,000 രൂപയുടെ കവറേജുമാണ് വരുന്നത്. ലോസ്റ്റ് കാർഡ് ലയബിലിറ്റി പ്രൊട്ടക്ഷൻ കവറേജ് 10,000 രൂപയുടെ വേരിയന്റിൽ 4,00,000 രൂപയുടെ കവറേജും 25,000 രൂപയുടെ വേരിയന്റിൽ 6,00,000 രൂപയുടെ കവറേജുമാണ് വരുന്നത്. ഡെയിലി പർച്ചേസ് ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 10,000 രൂപയുടെ വേരിയന്റിൽ 4,00,000 രൂപയുടെ പർച്ചേസ് ലിമിറ്റാണ് വരുന്നത്. 25,000 രൂപയുടെ വേരിയന്റിൽ 6,00,000 രൂപയുടെ ഡെയിലി പർച്ചേസ് ലിമിറ്റ് വരുന്നുണ്ട്. എയർ ആക്സിഡന്റൽ കവറേജ് നോക്കിക്കഴിഞ്ഞാൽ 10,000 രൂപയുടെ വേരിയന്റിൽ 30,00,000 രൂപയുടെ കവറേജും 25,000 രൂപയുടെ വേരിയന്റിൽ 1 കോടി രൂപയുടെ എയർ ആക്സിഡന്റൽ കവറേജുമാണ് വരുന്നത്. 2 അക്കൗണ്ട് വേരിയന്റിലും നമുക്ക് എല്ലാ ബാങ്കിന്റെ ATM വഴിയും അൺലിമിറ്റഡ് ATM ട്രാൻസാക്ഷൻ നടത്താം. പിന്നെ ATM വിഡ്രോവൽ ലിമിറ്റ് നോക്കിക്കഴിഞ്ഞാൽ 25,000 രൂപയുടെ വേരിയന്റിൽ 2,00,000 രൂപയാണ് ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത്. 10,000 രൂപയുടെ വേരിയന്റ് ആണെങ്കിൽ ഡെയിലി ATM വിഡ്രോവൽ ലിമിറ്റ് വരുന്നത് 1,00,000 രൂപയാണ്. ഇതൊക്കെയാണ് 2 അക്കൗണ്ട് വേരിയന്റും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ. നമുക്ക് ഇൻഷുറൻസ് കവറേജിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ നമുക്ക് ലോഞ്ചിൻ്റെ കാര്യത്തിലൊക്കെയാണ് ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നത്. ബാക്കി ഓൾമോസ്റ്റ് നമുക്ക് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സെയിം ആണ്. പിന്നെ മറ്റു സർവീസ് ചാർജുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ബാങ്കിങ് സർവീസുകൾ നമുക്ക് സൗജന്യമായിട്ട് കിട്ടും. അപ്പോൾ അതാണ് പരസ്യത്തിൽ കാണുന്ന സീറോ ബാങ്കിങ് ചാർജ് എന്ന് പറയുന്നത്. അല്ലാതെ സീറോ ബാലൻസ് അക്കൗണ്ട് എന്നല്ല അതുകൊണ്ട് അർത്ഥമാകുന്നത്. IMBS സൗജന്യമാണ്, NEFT സൗജന്യമാണ്, RTS സൗജന്യമാണ്,
പിന്നെ ഡെബിറ്റ് കാർഡിന് ഇഷ്യൂവൻസ് ചാർജ് ഇല്ല, സൗജന്യമാണ്. ആനുവൽ ചാർജ് ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ കണ്ട പോലെ 2026 ജനുവരി 1 മുതൽ ആനുവൽ ചാർജ് ആപ്ലിക്കബിൾ ആണ്. പിന്നെ IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ATM വഴി ഫ്രീ ട്രാൻസാക്ഷൻ വരുന്നുണ്ട്. പിന്നെ അതർ ബാങ്കിൻ്റെ ATM വഴിയാണെങ്കിലും ഫ്രീ ട്രാൻസാക്ഷൻ ആണ്. പിന്നെ ATM വഴിയുള്ള ക്യാഷ് ഡെപ്പോസിറ്റ് സൗജന്യമാണ്. ഡെബിറ്റ് കാർഡിൻ്റെ റീപ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ റീഇഷ്യൂവൻസ് ചാർജ് ഇല്ല, സൗജന്യമാണ്. അലർട്ട് ചാർജ് SMS അലർട്ട് ചാർജ് ഇല്ല, സൗജന്യമാണ്. പിന്നെ ചെക്ക് ബുക്കിൻ്റെ റീഇഷ്യൂവൻസ് ചാർജ് വരുന്നില്ല. ക്യാഷ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ നമുക്ക് ഏത് ബ്രാഞ്ച് വഴിയാണെങ്കിലും ബൈ നമ്പർ എത്ര നമ്പർ ഓഫ് ട്രാൻസാക്ഷൻ ആണെങ്കിലും സൗജന്യമാണ്. ഇനിയിപ്പോൾ വാല്യൂവിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് സൗജന്യമാണ്. പ്രത്യേകിച്ച് ലിമിറ്റോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. പിന്നെ തേർഡ് പാർട്ടി ക്യാഷ് ഡെപ്പോസിറ്റ് ആൻഡ് വിഡ്രോവൽ നമുക്ക് ബ്രാഞ്ച് വഴി സൗജന്യമാണ്. പിന്നെ ചെക്ക് സ്റ്റോപ്പ് പേയ്മെൻറ്റ് ചാർജ് വരുന്നില്ല, ചെക്ക് റിട്ടേൺ ചാർജ് വരുന്നില്ല. ചെക്ക് റിട്ടേണിൻ്റെ കാര്യത്തിൽ ഇഷ്യൂഡ് ആണെങ്കിലും ഡെപ്പോസിറ്റ് ആണെങ്കിലും ചാർജ് വരുന്നില്ല, ഫ്രീ ആണ്. ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ പേ ഓർഡർ ഇഷ്യൂവൻസ് ചാർജ് വരുന്നില്ല. പിന്നെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ പേ ഓർഡർ ക്യാൻസലേഷൻ റിവാലിഡേഷൻ ചാർജ് ഇല്ല, സൗജന്യമാണ്. പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഇഷ്യൂവൻസ് ചാർജ് ഇല്ല, ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക് ഇഷ്യൂവൻസ് ചാർജ് ഇല്ല. പിന്നെ ATM വഴി ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി ഇൻസഫിഷ്യൻറ്റ് ഫണ്ട് മൂലം ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ആയി കഴിഞ്ഞാൽ ചാർജ് വരുന്നില്ല, സൗജന്യമാണ്. പിന്നെ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സേവനങ്ങൾ നമുക്ക് സൗജന്യമായിട്ട് വരുന്നുണ്ട്. ബാലൻസ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂവൻസ് ചാർജ് ഇല്ല, ഇൻട്രസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂവൻസ് ചാർജ് ഇല്ല. പിന്നെ അക്കൗണ്ട് ക്ലോഷർ ചാർജ് ഇല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും ക്ലോസ് ചെയ്യാം. പിന്നെ അഡ്രസ് കൺഫർമേഷൻ ചാർജ് ഇല്ല, സിഗ്നേച്ചർ അറ്റസ്റ്റേഷൻ ചാർജ് ഇല്ല. ഇൻ്റർനാഷണൽ ATM അല്ലെങ്കിൽ POS ട്രാൻസാക്ഷൻ ചാർജ് അതും വരുന്നില്ല. അത് നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇൻ്റർനാഷണൽ ATM വഴിയൊക്കെ നമുക്ക് പ്രത്യേകിച്ച് ചാർജ് ഇല്ലാതെ ട്രാൻസാക്ഷൻ നടത്താം. POS ട്രാൻസാക്ഷൻ ആണെങ്കിലും സൗജന്യമാണ്. പിന്നെ സ്റ്റാൻഡിംഗ് ഇൻസ്ട്രക്ഷൻ സെറ്റപ്പ് ചാർജ് വരുന്നില്ല, ഫോട്ടോ അറ്റസ്റ്റേഷൻ ചാർജ് വരുന്നില്ല, ECS റിട്ടേൺ ചാർജ് വരുന്നില്ല, ഡെബിറ്റ് കാർഡിൻ്റെ പിൻ ജനറേഷൻ ചാർജ് ഇല്ല. അങ്ങനെ ഈ കാണുന്ന ഇത്രത്തോളം ബാങ്കിങ് സർവീസുകൾ നമുക്ക് ഈ 2 അക്കൗണ്ട് വേരിയൻറ്റിൽ നമുക്ക് സൗജന്യമായിട്ട് ലഭിക്കും. നിങ്ങളൊരു IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ 10,000 രൂപയുടെ വേരിയൻറ്റ് അല്ലെങ്കിൽ 25,000 രൂപയുടെ വേരിയൻറ്റ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോട് കൂടി